കടം വാങ്ങുന്നവരോടാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും ഹൃദയം മറച്ചു വെക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. കടം വാങ്ങുന്ന വേളയിൽ നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണ്? തിരിച്ചു കൊടുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടോ? ഇതൊക്കെ അള്ളാഹു കൃത്യമായി അറിയുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ അഖദ അംവാലന്നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻ. ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി വാങ്ങുകയാണെങ്കിൽ അതിനെ തിരിച്ചു വീടുവാനുള്ള അവസരങ്ങൾ അള്ളാഹു ഒരുക്കി തരും. നേരെ മറിച്ച് കണ്ണുനീര് കാണിച്ചും കാലുപിടിച്ചും പൈസ വാങ്ങിയതിന് ശേഷം മുങ്ങിക്കളയാനും ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കാനുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിനെ നശിപ്പിച്ച് കളയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ പൈസ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല. അത് നശിച്ചു പോവുകയും ചെയ്യും, ബാധ്യത നമുക്ക് അവിടെ അവശേഷിക്കുകയും ചെയ്യും. നാളെ പരലോകത്ത് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരായിരിക്കും. കുറേ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അന്യായമായി കടം വീട്ടാതിരുന്നൊരു വ്യക്തിക്ക് അവന് നാളെ എത്തിച്ചേരേണ്ട സ്വർഗത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും അവന് പിടിച്ചു വെക്കപ്പെടുമെന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. പലിശയ്ക്കെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുമ്പോൾ മറുഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ടത് പലിശയുടെ ബദലായി ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ സംഗതിയെ കൃത്യമായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലിശാധിഷ്ഠിത ലോണിന് പരിഹാരമായി ബദലായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കടം എന്നുള്ള ഇബാദത്തിനെയാണ്. ഈ സമുദായത്തിലെ സമ്പന്നരായ ആളുകൾ ആ സമ്പത്തിനെ കെട്ടിപ്പിടിച്ചു വെക്കാതെ മിച്ചം വന്നത് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള സന്മനസ്സ് കാണിക്കണം. വാങ്ങുന്നവർ ഈ പറഞ്ഞതുപോലെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട്, പണ്ഡിതന്മാർ പറയുന്നുണ്ട് 3 നിബന്ധനകളാണ് കടം വാങ്ങിക്കുന്നവരുള്ളത്. ഒന്ന്, തിരിച്ചു കൊടുക്കണമെന്നുള്ള ഉറച്ച ആഗ്രഹമുണ്ടാകണം, നിയത്തുണ്ടാകണം. രണ്ടാമത്തേത്, അവൻ കടം വാങ്ങിക്കുന്നത് അടിച്ചു പൊളിക്കാൻ വേണ്ടി ആകരുത്, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത്, മറിച്ച് നന്മയായ ഹലാലായ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. മൂന്നാമത്തേത്, വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി, സാധ്യത ഉണ്ടാക്കണം. യാതൊരു വഴിയുമില്ലാത്തവൻ ഒരിക്കലും കടം വാങ്ങരുത്. ഈ രൂപത്തിൽ ഒരാൾ കടം വാങ്ങുകയും പിന്നെ ജീവിതമാണ്, സാഹചര്യങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ വരും. അങ്ങനെ ഒരാൾക്ക് ആത്മാർത്ഥമായി തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും കടം വീട്ടാനുള്ള അവസരമില്ലെങ്കിൽ അവർക്കാണ് സക്കാത്തിൻ്റെ വിഹിതമുള്ളത്. അത്തരം കടക്കാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ സക്കാത്തിൻ്റെ നല്ലൊരു വിഹിതം നമ്മൾ മാറ്റിവെക്കണം. ഇനി കടം വാങ്ങാനോ തിരിച്ചു കൊടുക്കാനോ ഒരു കഴിവുമില്ലാത്ത ആളുകൾക്ക് സക്കാത്തിൻ്റെ മുതൽ നമ്മൾ കൃത്യമായി ഫുഖറ എന്ന രൂപത്തിൽ, മിസ്കീൻ എന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് പലിശ എന്ന മഹാനാശത്തെ പരിപൂർണമായി നിരാകരിക്കുകയും റദ്ദ് ചെയ്യുകയും ചെയ്യണം. അതിൽ നിന്നും പരിപൂർണമായി നമ്മൾ മാറി നിൽക്കണം. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, പട്ടിണി ഉണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും പലിശയിൽ അധിഷ്ഠിതമായ ഒരു ലോണിനെ പറ്റി നാം ചിന്തിക്കുകയേ ചെയ്യരുത്. മറുഭാഗത്ത് കടത്തെ, പലിശയില്ലാത്ത കടത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സക്കാത്തിൻ്റെ അവകാശികൾക്ക് അത് കൃത്യമായി നൽകണം. തീർച്ചയായും ഇത്തരം കാര്യങ്ങളിലൂടെ പലിശ മുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.